നിന്ന് മംഗലാപുരം വരെ വലിയ നീറോടുകൂടി തടഞ്ഞിരുന്ന പൈപ്പ് പ്രോജക്റ്റ് ഗെയിൽ പൈപ്പ് നടപ്പാക്കി. ഇപ്പോൾ ആ ഗെയിൽ പൈപ്പിൽ നിന്ന് കൊച്ചിയിലും ആ കേരളത്തിൽ കൂടംകുളം വൈദ്യുതി മാടക്കത്തറ ഭരിക്കാൻ സമ്മതിച്ചില്ല. UDF ഗവൺമെന്റ് കാലത്ത് ഫയൽ മടക്കി സമരക്കാരെ വിളിച്ചു വരുത്തി. മുഖ്യമന്ത്രി ചോദിച്ചു, അന്ധകാരാത്മകമായ അവസ്ഥയിലേക്ക് ഈ കേരളത്തെ പ്രകാശപൂർണമായ അവസ്ഥയിലേക്ക് ആനയിക്കണമെങ്കിൽ 400 മെഗാവാട്ട് വൈദ്യുതി കാര്യമാണ്. ആ വൈദ്യുതി വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശം. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയാം. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇരട്ടി കോമ്പൻസേഷൻ നോക്കാം. ശരി, വിളിച്ചു. ഇരട്ടി കോമ്പൻസേഷൻ കൊടുത്തു, ഭൂമി ഏറ്റെടുത്തു. അടൂർ വെച്ച് ഉദ്ഘാടനം ചെയ്ത് 400 മെഗാവാട്ട് വൈദ്യുതി കേരളത്തിന് കിട്ടി. നമ്മൾ പ്രകാശപൂർണമായ അവസ്ഥയിലേക്ക് എത്തിയത് ആ ലൈൻ നടപ്പാക്കിയിട്ടില്ല. കേരളത്തിലെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വയറ്റുകളിൽ അത്രയായിരുന്നു സമരം. ഒരു കാരണവശാലും ഈ ഭൂമി ഏറ്റെടുക്കില്ല. ബംഗാളിൽ പോയി അവിടെ സമരം നടന്ന സിംഗൂരിൽ നിന്നും അതുപോലെ തന്നെ വെടിവെപ്പുണ്ടായ സ്ഥലത്ത് നിന്നെല്ലാം മണ്ണ് കൊണ്ടുവന്ന് സമരം ആരംഭിച്ചു. വയൽക്കിളികൾ 1 ഇഞ്ച് ഭൂമി എടുപ്പിക്കില്ല. ഇപ്പൊ ഇത് ആ പ്രദേശത്ത് ഞങ്ങൾ ഈ നവകേരള സദസ്സുമായി പോയപ്പോൾ അവിടെ ഇറങ്ങി കണ്ടു ആ വയൽക്കിളികൾ സമരം ചെയ്ത സ്ഥലം. എല്ലാ സമരങ്ങളും മാറി 2025-26 എത്തുമ്പോഴേക്ക് അതിമനോഹരമായ തീരദേശപാതയും മലയോര പാതയും 45 മീറ്ററിൽ ഇതാ പൂർത്തീകരിക്കുന്നു. 5600 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത് സ്ഥലം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു നമ്മുടെ മനോഹരമായ രാജപാത. ഇതാണ് വികസനം. കൊച്ചി മെട്രോ വന്നു. ഇപ്പൊ മെട്രോ തീർന്നിരിക്കുമ്പോ ആട്ടം മെട്രോ വന്നു. എന്തൊരു മാറ്റം ആ രംഗത്ത്. യാത്രാ സൗകര്യങ്ങൾ. ഇപ്പോ ഇതാ വിഴിഞ്ഞം തുറമുഖം. ഞാനിപ്പോ തുറമുഖത്തിന്റെ കൂടെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്ന രൂപത്തിൽ പറയട്ടെ അഭിമാനത്തോടെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വിഴിഞ്ഞത്ത് ആദ്യത്തെ കപ്പലിന് ചരക്കിറക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൻ തുറമുഖം 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം മതി മദർഷിപ്പ് വരാൻ. കൊച്ചിയിൽ പോലും 72 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമേ മദർഷിപ്പ് വരൂ. ഇത്രയും തീരത്തോടടുക്കുന്ന ഒരു സംവിധാനം. 32 ക്രെയിൻ വേണം. ഇപ്പൊ 31 വന്നിരിക്കുന്നു. കണ്ടെയ്നറിലൊക്കെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. യാള് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. പുലിമുട്ട് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്രോച്ച് റോഡ് ഏതാനും മീറ്ററുകൾ കൂടി ബാക്കി നിൽക്കുന്നു. അതിനുശേഷം പിന്നീട് തുരങ്കപാതയും അതുപോലെ ഹൈവേയുമായിട്ടുള്ള കണക്ടിവിറ്റി റോഡുകൾ, അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂമി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഓണസമ്മാനമായി മലയാളികൾക്ക് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം നമ്മൾ കാഴ്ചവെക്കുമ്പോൾ അന്തർദേശീയ രംഗത്തെ എല്ലാ ബിസിനസ് കേന്ദ്രങ്ങളും ഇറക്കുമതി കയറ്റുമതിയും എല്ലാം കേരള തലസ്ഥാനത്തേക്ക് അഞ്ഞടിക്കുകയാണ്. എന്തൊരു വലിയ വികസനമായിരിക്കും വരാൻ പോവുക. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നേരിട്ടും പരോക്ഷമായി മറ്റൊരു ആയിരക്കണക്കിന് ആളുകൾക്കോ 10,000-കൾക്കോ തൊഴിലവസരങ്ങൾ വരാവുന്നതും നമ്മുടെ നാടിന്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന രൂപത്തിലേക്ക് ലോകത്തെ 10 തുറമുഖങ്ങളൊന്ന് ഇന്ത്യയിലെ 1ാമത്തെ തുറമുഖമായി വിഴിഞ്ഞം മാറും. അതിന്റെ 2ഉം 3ഉം 1ാം ഫേസാണ് തീർന്ന് 2ാം ഘട്ടവും 3ാം ഘട്ടവും തീർക്കുന്ന ഇതാണ്. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ അതിന്റെ മുമ്പിൽ വന്നു, അതിനെല്ലാം മാറ്റിക്കൊണ്ടല്ലേ ഈ നേട്ടങ്ങൾ കൈവരിച്ചു. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായി ഇതാ നമ്മുടെ ശബരിമല വിമാനത്താവളം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, പരിസ്ഥിതി ആഘാത പഠനം നടന്നു. അതിന്റെ എൻവയോൺമെന്റ് എല്ലാ രംഗത്തെയും കാര്യങ്ങൾ ചെയ്ത പോലെ തന്നെ സാമൂഹ്യാഘാത പഠനം, എല്ലാ തരത്തിലുള്ള പഠനങ്ങളും നടന്ന് അതിലേക്ക് വരുന്നു. ഇങ്ങനെ കേരളം ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണോ ആലോചിച്ചിട്ടുള്ളത്, വികസന രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും നമുക്ക് വൻ പുരോഗതി ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. നവകേരള സദസ്സിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വേണ്ടിയാണ് അധ്യക്ഷനോട് സൂചിപ്പിച്ചതുപോലെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും വയോജനങ്ങളെയും സ്ത്രീകളെയും ഓരോ വിഭാഗത്തെയും ഓരോ ഇനത്തെയും പ്രത്യേകമായി വിളിച്ച് ചർച്ച ചെയ്യും. അവരുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ശ്രദ്ധിച്ചത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നീക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉയർന്നു വരുന്നത് നമ്മുടെ മക്കൾ പലരും പഠിച്ചുന്നതസ്ഥാനീയരായി വിദേശങ്ങളിലേക്ക് പോകണം.
വന്ധ്യവയോധികരായി വരുന്ന കാരണവന്മാർ പലരും നിരാലംബരായി വരുന്നു, നിസ്സഹാരായി വരുന്നു. അവരെ നോക്കാൻ ആളുകളില്ലാതെ വരുന്നു. അവർക്ക് സമ്പത്തുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ അവർ വന്ധ്യവയോധികരായി മാറിക്കഴിയുമ്പോൾ ആ സമ്പത്ത് ഉപയോഗിച്ച് അവർ ദൈനംദിന ജീവിതം തള്ളി നീക്കാൻ കഴിയാത്ത രൂപത്തിൽ പരാശ്രമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരത്തിലുള്ള നിരവധി ആളുകൾ ഇന്ന് പ്രയാസപ്പെടുന്ന ഒരു ഘട്ടം വരികയാണ്. ലോക കേരള സഭ നടന്നപ്പോ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചതിൽ ഒന്ന്, അവർ എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന്, ഇനി അങ്ങനെയുള്ള വയോജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണ കേന്ദ്രം അത് PPP പ്രോജക്റ്റായിട്ടോ ഗവൺമെന്റ് നേരിട്ടോ നടത്താൻ വേണ്ടിയുള്ള സംവിധാനം സംസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ വളർന്നു വരുന്ന സമൂഹത്തിൽ ഒരു തെറ്റായ സംസ്കാരം നമുക്കെല്ലാം അറിയാം. നമ്മളെല്ലാം മക്കളെ വളർത്തിയെടുക്കുമ്പോൾ കൈ വളരുന്നു, കാല് വളരുന്നു, അല്ലെങ്കിൽ തലയിൽ വെച്ചാൽ പേരിരിക്കുന്നു, താഴത്ത് വെച്ചാൽ ഉൾവരിക്കുന്ന കാഴ്ചപ്പാടിൽ മക്കളെ വളർത്തി വലുതാക്കി ഒരു ഉന്നത സ്ഥായിയായി മാറുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളെ അന്വേഷിക്കാൻ അവർക്ക് സമയമില്ല. അവരുടെ വരുമാനവും അവരുടെ ജോലിയും എല്ലാം നിലനിർത്തി പോകാൻ പലപ്പോഴും മാതാപിതാക്കളെ മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ വരും. ആ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്ത് പങ്കുവരുന്ന നമ്മുടെ ഈ കരുണ സിനിമ ജയരാജന്റെ കണ്ടിട്ടുള്ള ഒരു സദസ്സുണ്ടാകും. ജയരാജന്റെ കരുണ സിനിമയിൽ മധ്യതിരുവനന്തപുരത്തെ മോർച്ചകളിൽ ശവം യോജിക്കുന്നതാണ് പ്രമേയം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വന്നത് വളരെ മനോഹരമായ ഒരു പ്രമേയമാണ് നിങ്ങൾക്ക് മക്കളെ കാത്തിരിക്കുന്ന